ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവിടെ ഇപ്പൊ എന്തിനാ 2 അടുക്കളയും 2 പാചകവും? വായടക്കടി. നീ ഇവിടെ പ്രഭാഷണം നടത്താൻ വന്നല്ലോ. ഈ വീട്ടിൽ 2 അടുക്കളയോ 4 അടുക്കളയോ ആയിക്കോട്ടെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. പ്രകാശേട്ടാ, സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഏറ്റവും എളുപ്പമായ മാർഗം 2 അടുക്കള. അതാ പ്രകാശേട്ടൻ ഇപ്പൊ ചെയ്തത്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചെലവ് വഹിക്കാൻ പറ്റില്ല എന്നൊരാൾ പറയുമ്പോ ഞാൻ എന്താ കടിച്ചു തൂങ്ങി കിടക്കണോ? ഇത്രയും നാളും ഈ മനുഷ്യന്റെ ചെലവിലാണ് കഴിഞ്ഞതെന്ന് ഓർമ്മ വേണം. ഓ, നീ പുതിയ ഓർമ്മപ്പെടുത്തലോ നടത്തണ്ട കേട്ടോ. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഈ അനാഥ കൊച്ചിനെ കാണാനാണ് വന്നതെങ്കിലേ കണ്ടിട്ട് പോയിക്കോണം. ഇവള് അനാഥ കൊച്ചൊന്നുമല്ല, എന്റെ മോള. നിന്റെ മോളോ? ഞങ്ങളറിയാതെ അത് നടന്ന? നിന്റെ കാര്യത്തിൽ അതും നടക്കും, അതിന്റെ അപ്പുറവും നടക്കും. താലി കെട്ടിയതേ തന്തയും തള്ളയും പോലും അറിഞ്ഞിട്ടില്ല. പ്രകാശ, അധിക സംസാരമൊന്നും വേണ്ട. സംസാരിക്കും. ഈ വീടിനിപ്പോ വാടക കൊടുക്കുന്നത് ഞാനും കൂടിയാ. ഞാൻ വാടക കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളത് ഞാൻ വിളിച്ചു പറയും. അല്ല, നീ എന്തിനാ വന്നേ? അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണോ അതോ തനിയെ പായം തലേന്നെടുത്ത് വന്നതാണോ? ഏതായാലും നിന്റെ കഴുത്തിൽ അറിയാതെയാണെങ്കിലും താലി കെട്ടിപ്പോയതിന്റെ കുറ്റബോധം കൊണ്ട് നീറുകയാണ് ജഗൻ. അവന്റെ ജീവിതത്തിൽ ഏറ്റവും നശിച്ച നിമിഷമായിരിക്കും അത്. അല്ല, അവിടെയാണ് അളിയന് പഴച്ചത്. സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ശാപം പിടിച്ചുവിടുന്ന വിധി എഴുതിയ ഈ വന്ദന ജഗന്റെ പുണ്യ. ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവേശ്വരൻ എനിക്ക് തന്ന പുണ്യം. പുണ്യമാണോ പാപമാണോ എന്നൊക്കെ വഴിയെ ബോധ്യപ്പെട്ടോളൂ. പിന്നെ ഈ നിൽക്കുന്ന ദിയമോള് എന്റെ മോളാ. അളിയന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. സ്വന്തം രക്തത്തിൽ പിറന്നു പറഞ്ഞിട്ട് കാര്യമില്ല അളിയ. ഒറ്റ അടുക്കളയും ഒറ്റ മനസ്സുമായിരിക്കണം, എന്നാലേ ആ ബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടാവും.